ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ 100 ഡേയ്സ് ചലഞ്ചിലെ 26ാമത്തെ ദിവസമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കാലാവസ്ഥ, അതുപോലെ ഹിമാലയൻ നദികൾ, ഉപദ്വീപീയ നദികൾ, അവയുടെ പോഷക നദികൾ, അവയുടെ പ്രത്യേകതകൾ, അതുപോലെ കേരളത്തിലെ നദികൾ. ഇത്രയും ടോപ്പിക്സാണ് നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ ആഴ്ചകളിലും നമ്മൾ ഓരോ ടോപ്പിക്ക് വെച്ചിട്ട് പഠിക്കുന്നുണ്ട്, അതിൻ്റെ റിവിഷനും ചെയ്യുന്നുണ്ട്. അപ്പോൾ ജോഗ്രഫി നമുക്ക് സാധാരണ പഠിക്കുന്നത് പോലെ 6 ദിവസം കൊണ്ട് പഠിച്ച് ഒരു ദിവസം റിവിഷൻ എന്നുള്ള രീതിയിൽ പഠിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം അത്രയും വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ട്. അപ്പോൾ പഠിക്കുക എന്നുള്ളതാണല്ലോ നമ്മളുടെ ലക്ഷ്യം. അതുകൊണ്ട് നമുക്കൊരു 2 ദിവസം കൂടി ചിലപ്പോൾ കൂടുതൽ എടുക്കേണ്ടി വരും. എന്ത് തന്നെയായാലും നമുക്ക് എത്രയും പെട്ടെന്ന് തീർക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഇന്ന് ഡേ 26 ആണ്. ഇന്ന് നമ്മൾ ഇത്രയും ടോപ്പിക്സാണ് നോക്കാൻ പോകുന്നത് നമ്മുടെ സിലബസിൽ. അതുപോലെ നമ്മൾ ഇംഗ്ലീഷിൻ്റെ ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ് ആണ് ഇതിനോടൊപ്പം പഠിക്കുന്നത്. അപ്പോൾ ഈ ജോഗ്രഫി തീരുന്നത് വരെയുള്ള സമയം കൊണ്ട് അത് പഠിച്ച് തീർത്താൽ മതി. അതുപോലെ നമ്മൾ SCERT കൂടെ പഠിക്കുന്നുണ്ട്. അത് എല്ലാ ദിവസവും ഓരോ ചാപ്റ്റർ വെച്ച് പഠിക്കുന്നുണ്ട്. നമ്മൾ 6ാം ക്ലാസ്സിലെ സയൻസ് ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ ഏത് പാഠാണോ ഇന്നലെ പഠിച്ചത് അതിൻ്റെ അടുത്ത പാഠം നിങ്ങൾ പഠിക്കാം. അപ്പോൾ SCERT നിങ്ങളുടെ ഇതുപോലെ പഠിച്ച് മുന്നോട്ട് പോവാം. നമ്മളിവിടെ സിലബസ് വൈസ് ക്ലാസ്സസ് മാത്രമാണ് ഇടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ത്യയിലെ കാലാവസ്ഥയെക്കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥയാണ്. ഏതാണ്? ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥയാണ് ഇന്ത്യയിൽ അനുഭവപ്പെടുന്നത്. ഇന്ത്യയിൽ പ്രധാനമായിട്ടും 4ആയിട്ടാണ് ഋതുക്കളെ തിരിച്ചിട്ടുള്ളത്. ശൈത്യകാലം, ഉഷ്ണകാലം, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ, വടക്ക് കിഴക്കൻ മൺസൂൺ, ഇങ്ങനെ 4ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അതിൽ ശൈത്യകാലം എന്ന് പറയുന്നത് ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള കാലഘട്ടമാണ്. ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ് ശൈത്യകാലം. ഉഷ്ണകാലം മാർച്ച് തൊട്ട് മെയ് വരെ. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ജൂൺ ടു സെപ്റ്റംബർ ആണ്, ജൂൺ തൊട്ട് സെപ്റ്റംബർ വരെ. വടക്ക് കിഴക്കൻ മൺസൂൺ ഒക്ടോബർ മുതൽ നവംബർ വരെയാണ്. അപ്പോൾ ഈ മാസങ്ങൾ ഒന്ന് ഓർഡറായിട്ട് ഓർത്തിരിക്കണം. ഇന്ത്യയിൽ നമ്മൾ ഋതുക്കളെ 4ആയിട്ടാണ് പ്രധാനമായിട്ട് തിരിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ അന്തരീക്ഷസ്ഥിതിയിലെ മാറ്റങ്ങളൊക്കെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ 6 ഋതുക്കൾ പറയാറുണ്ട്. അതാണ് ശിശിരകാലം, വസന്തകാലം, ഗ്രീഷ്മകാലം, വർഷകാലം, ശരത്കാലം, ഹേമന്തകാലം. അപ്പം അത് ഏതൊക്കെ മാസങ്ങളിലാണെന്നുള്ളതാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ശിശിരകാലം ജനുവരി തൊട്ട് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ്. വസന്തം മാർച്ച് ഏപ്രിൽ, ഗ്രീഷ്മം മെയ് ജൂൺ, വർഷം ജൂലൈ ഓഗസ്റ്റ്, ശരത്കാലം സെപ്റ്റംബർ ഒക്ടോബർ, ഹേമന്തം നവംബർ ഡിസംബർ. ഇനി നമ്മൾ ആദ്യമേ പറഞ്ഞു 4 ഋതുക്കളായിട്ടാണ് പ്രധാനമായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നത്. ഏതൊക്കെയായിരുന്നു എന്ന് ഓർക്കുന്നുണ്ടോ? ശൈത്യകാലം, ഉഷ്ണകാലം, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം, അതുപോലെ വടക്ക് കിഴക്കൻ മൺസൂൺ കാലം. അപ്പോൾ അതിലെ ആദ്യത്തെ ശൈത്യകാലത്തെക്കുറിച്ച് നോക്കാം. ഈ ശൈത്യകാലം ഇന്ത്യയിൽ അനുഭവപ്പെടുന്നത് സൂര്യൻ്റെ ദക്ഷിണായന കാലത്താണ്. ഓക്കെ, ഇതിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് പോയിൻറ്റ്സാണ്. ശൈത്യകാലത്ത് മെഡിറ്ററേനിയൻ കടലിൽ രൂപം കൊള്ളുന്ന മിതോഷ്ണ ചക്രവാതത്തിൻ്റെ പേരാണ് പശ്ചിമ അസ്വസ്ഥത. ശൈത്യകാലത്ത് മെഡിറ്ററേനിയൻ കടലിൽ രൂപം കൊള്ളുന്ന മിതോഷ്ണ ചക്രവാതമാണ് പശ്ചിമ അസ്വസ്ഥത. ഈ പശ്ചിമ അസ്വസ്ഥത ഇന്ത്യയിൽ അനുഭവപ്പെടാൻ കാരണമായിട്ടുള്ള ട്രോപ്പോസ്ഫിയറിലെ വായുപ്രവാഹമാണ് ജെറ്റ് സ്ട്രീംസ്. ഈ ജെറ്റ് സ്ട്രീംസ് എന്ന വായുപ്രവാഹം ട്രോപ്പോസ്ഫിയറിൽ ഉള്ളതുകൊണ്ടാണ് പശ്ചിമ അസ്വസ്ഥത ഇന്ത്യയിൽ അനുഭവപ്പെടാനായിട്ട് കാരണം. ഇനി ശൈത്യകാല വിളകൾ, അതായത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വിളകളെക്കുറിച്ച് പഠിക്കും. അപ്പോൾ അതിൽ ഒരു പ്രധാനപ്പെട്ട വിളയാണ് ശൈത്യകാല വിള അഥവാ റാബി വിളകൾ. ഈ റാബി വിളകൾക്ക് പ്രയോജനകരമായ മഴ ലഭിക്കുന്നതിന് കാരണമായിട്ടുള്ളത് ഈ പശ്ചിമ അസ്വസ്ഥതയാണ്. അതുപോലെ തന്നെ ശൈത്യകാലത്ത് നമ്മുടെ ഹിമാലയ പർവ്വത ഭാഗത്ത് മഞ്ഞുവീഴ്ചയ്ക്ക് കാരണമാകുന്നതും പശ്ചിമ അസ്വസ്ഥതയാണ്. ഇനി അടുത്തത് ഉഷ്ണകാലം. ഈ ഉഷ്ണകാലം ഇന്ത്യയിൽ അനുഭവപ്പെടുന്നത് സൂര്യൻ്റെ ഉത്തരായന കാലത്താണ്. ഇനി ഈ ഉഷ്ണകാലം അഥവാ വേനൽക്കാലത്തുള്ള കുറച്ച് പ്രാദേശികമായ കാറ്റുകൾ, വാദങ്ങൾ, അതിൻ്റെ പേരുകളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. മാംഗോ ഷവർ, ചെറി ബ്ലോസം, നോർവെസ്റ്റർ. ഓക്കെ, മാംഗോ ഷവർ, ചെറി ബ്ലോസം, നോർവെസ്റ്റർ, ഇതൊക്കെ ഉഷ്ണകാലത്ത് ഇന്ത്യയിൽ വീശുന്ന പ്രാദേശിക വാദങ്ങളാണ്. ഇതിൽ ഈ നോർവെസ്റ്റർ എന്ന് പറയുന്നത് കാൽപൈശാഖി, ബർദോയ്സില ഈ പേരുകളിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഈ നോർവെസ്റ്റർ ബംഗാളിൽ അറിയപ്പെടുന്ന പേരാണ് കാൽബൈശാഖി. നോർവെസ്റ്റർ ആസാമിൽ അറിയപ്പെടുന്ന പേരാണ് ബർദോയ്സില.
ഇനി ഉഷ്ണകാലത്ത് വീശുന്ന മറ്റ് ചില പ്രാദേശിക വാദങ്ങളും അത് ഏത് പ്രദേശത്താണെന്നുള്ളതും ഒന്നിച്ച് നമ്മൾ എഴുതിയിട്ടുള്ളതാണ്. നമ്മൾ നേരത്തെ കണ്ടതാണ്. അത് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് വീശുന്നതെന്നാണ് നോക്കുന്നത്. ലൂ എന്ന് പറയുന്ന കാറ്റ് വീശുന്നത് ഉത്തരേന്ത്യൻ സമതലത്തിലാണ്. കാൽ ബൈശാഖി വെസ്റ്റ് ബംഗാൾ, ബർദോയ്സില ആസം, മാംഗോ ഷവർ കേരള, കർണാടക. അടുത്തത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. ഇന്ത്യയുടെ യഥാർത്ഥ ധനമന്ത്രി എന്നറിയപ്പെടുന്നത് മൺസൂൺ കാറ്റുകളാണ്. അതിൽ തന്നെ ഏറ്റവും വലിയ മഴക്കാലത്തിന് കാരണമാകുന്ന കാറ്റാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. ഇടവപ്പാതി എന്നും തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അറിയപ്പെടുന്നുണ്ട്. അതുപോലെ കിഴക്കൻ ജെറ്റ് പ്രവാഹം അതെന്താണ്? മൺസൂണിൻ്റെ പൊട്ടിപ്പുറപ്പെടലിന് അഥവാ പെട്ടെന്നുള്ള ആരംഭത്തിന് കാരണമായിട്ടുള്ളത് ഈ കിഴക്കൻ ജെറ്റ് പ്രവാഹമാണ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ പൊട്ടിപ്പുറപ്പെടാനുള്ള ആരംഭത്തിനുള്ള പെട്ടെന്നുള്ള കാരണം കിഴക്കൻ ജെറ്റ് പ്രവാഹമാണ്. കേരളം, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത് ഈ സംസ്ഥാനങ്ങളിലൊക്കെ കനത്ത മഴയ്ക്ക് കാരണമാകുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ ഒരു ശാഖയാണ്. അപ്പോൾ അത് ഏത് ശാഖയാണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ അറബിക്കടൽ ശാഖയാണ് ഈ സംസ്ഥാനങ്ങളിലൊക്കെ കനത്ത മഴയ്ക്ക് കാരണമാകുന്നത്. അപ്പോൾ ഇതിന് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന് 2 ശാഖകളുണ്ട്. ഒന്ന് അറബിക്കടൽ ശാഖയും ഒന്ന് ബംഗാൾ ശാഖയുമാണ്. ബംഗാൾ ഉൾക്കടൽ ശാഖ. അപ്പം അതിൽ അറബിക്കടൽ ശാഖയാണ് നമ്മൾ ഈ പറഞ്ഞ കേരളം, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിൽ കനത്ത മഴയ്ക്ക് കാരണമാകുന്നത്. ഇനി ബംഗാൾ ഉൾക്കടൽ ശാഖയാണെന്നുണ്ടെങ്കിൽ സുന്ദരവനം ഡെൽറ്റ, പശ്ചിമ ബംഗാൾ, ബീഹാർ, ഉത്തർപ്രദേശ്, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ കനത്ത മഴയ്ക്ക് കാരണമാകുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ ഏത് ശാഖയാണ്? ബംഗാൾ ഉൾക്കടൽ ശാഖയാണ്. ഇനി മഴനിഴൽ പ്രദേശങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ കുറഞ്ഞ പ്രദേശങ്ങളെയാണ് ഈ മഴനിഴൽ പ്രദേശങ്ങൾ എന്ന് പറയുന്നത്. അതായത് പശ്ചിമഘട്ട മലനിരകൾ കടക്കുന്നതോടെ ഈ കാറ്റിൻ്റെ ആർദ്രതയുടെ അളവ് കുറയും. ഇതിൻ്റെ ഫലമായിട്ട് പശ്ചിമഘട്ടത്തിൻ്റെ കിഴക്കേ ചെരുവുകളിൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ഈ കാറ്റുകൾക്ക് മഴ നൽകാനായിട്ട് സാധിക്കുള്ളൂ. കുറഞ്ഞ അളവിൽ മാത്രമേ മഴ ലഭിക്കുള്ളൂ. അത്തരം പ്രദേശങ്ങളെയാണ് നമ്മൾ മഴനിഴൽ പ്രദേശങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്തെ ഒരു മഴനിഴൽ പ്രദേശമാണ് പശ്ചിമഘട്ടത്തിൻ്റെ കിഴക്കേ ചരിവ്. ഇനി ഇവിടെ കൊടുത്തിട്ടുള്ളത് നമ്മുടെ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ വേറെ പേരുകളാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നതായിരുന്നു ഇടവപ്പാതി എന്നറിയപ്പെടുന്നുണ്ടെന്ന്. അപ്പോൾ ഇടവപ്പാതി എന്ന് മാത്രമല്ല കാലവർഷം, വർഷകാലം, മൺസൂണിൻ്റെ ആരംഭം എന്നൊക്കെ അറിയപ്പെടുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണാണ്. ഇനി അടുത്തത് വടക്ക് കിഴക്കൻ മൺസൂൺ. നമ്മൾ നേരത്തെ പറഞ്ഞു തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണെങ്കിൽ മൺസൂണിൻ്റെ ആരംഭം എന്നാണ് അറിയപ്പെടുക. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റാണ് വടക്ക് കിഴക്കൻ മൺസൂൺ. അത് മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് വടക്ക് കിഴക്കൻ മൺസൂൺ. അതുപോലെ ഇന്ത്യയിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനും ശൈത്യകാലത്തിൻ്റെയും ഇടയിലുള്ള കാലമാണ് ഈ വടക്ക് കിഴക്കൻ മൺസൂൺ. വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സംസ്ഥാനം തമിഴ്നാടാണ്. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് തമിഴ്നാടാണ്. ഇനി വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്ത് കനത്ത മഴ ലഭിക്കുന്ന ഭൂപ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ അത് കോറമാൻഡൽ തീരമാണ്. കോറമാൻഡൽ തീരം. ഇനി നമ്മൾ നേരത്തെ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ വേറെ പേരുകൾ പറഞ്ഞു അല്ലേ? ഇടവപ്പാതി, കാലവർഷം എന്നൊക്കെ പറഞ്ഞു. അതുപോലെ വടക്ക് കിഴക്കൻ മൺസൂണിൻ്റെ വേറൊരു പേരാണ് തുലാവർഷം. നമ്മൾ കേരളത്തിൽ വടക്ക് കിഴക്കൻ മൺസൂണിനെ തുലാവർഷം എന്നാണ് പറയാറുള്ളത്. തുലാവർഷം. ഇനി നമ്മൾ കുറച്ച് വിളകളെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ കാലാവസ്ഥയെ അനുബന്ധിച്ചിട്ടാണല്ലോ വിളകൾ നമ്മൾ നടത്തുന്നത്. അപ്പോൾ ഓരോ കാലാവസ്ഥയിലും അതായത് ഓരോ മൺസൂണിൻ്റെയും മഴ ലഭിക്കുന്നതനുസരിച്ച് അതായത് 3 ടൈപ്പ് വിളകളാണ് പറയുന്നത്. ഖാരിഫ് വിളകൾ, റാബി വിളകൾ, സെയ്ദ് വിളകൾ. ഈ ഖാരിഫ് വിളകൾ വിള ഇറക്കുന്നത് ജൂൺ മാസത്തിലും വിളവെടുപ്പ് നടത്തുന്നത് സെപ്റ്റംബർ മാസത്തിലുമാണ്. റാബി വിളകൾ നവംബർ മാസത്തിൽ വിള ഇറക്കുകയും മാർച്ച് മാസത്തിൽ വിളവെടുപ്പ് നടത്തുകയും ചെയ്യും. സെയ്ദ് വിളകൾ മാർച്ച് മാസത്തിൽ വിള ഇറക്കുകയും ജൂൺ മാസത്തിൽ അതിൻ്റെ വിളവെടുപ്പ് നടത്തുകയും ചെയ്യും. പ്രധാനപ്പെട്ട ഖാരിഫ് വിളകളാണ് നെല്ല്, ചോളം, പരുത്തി, തിനവിളകൾ, ചണം, കരിമ്പ്, നിലക്കടല. പ്രധാന റാബി വിളകളാണ് ഗോതമ്പ്, പുകയില, കടുക്, പയർവർഗ്ഗങ്ങൾ. സെയ്ദ് വിളകൾക്ക് ഉദാഹരണങ്ങളാണ് പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും. ഇനി നമ്മൾ കേരളത്തിൻ്റെ കാലാവസ്ഥയെക്കുറിച്ചിട്ട് വളരെ പ്രധാനപ്പെട്ടത് മാത്രം നോക്കാനായിട്ട് പോവാണ്. കേരളം ഉൾപ്പെടുന്ന കാലാവസ്ഥ മേഖല ഉഷ്ണമേഖല ആണ്.
ഇനി ഇതിൽ കേരളത്തിലെ 4 തരം കാലാവസ്ഥകളാണ് പ്രധാനമായിട്ട് അറിയപ്പെടുക. ശൈത്യകാലം, വേനൽക്കാലം, ഇടവപ്പാതി, തുലാവർഷം. ഓക്കെ, അപ്പം അതിൽ ഇടവപ്പാതി എന്നറിയപ്പെടുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇടവപ്പാതി എന്നറിയപ്പെടുന്നത് ഏതായിരുന്നു? തെക്ക് പടിഞ്ഞാറൻ മൺസൂണാണ്. തുലാവർഷം എന്നറിയപ്പെടുന്നത് വടക്ക് കിഴക്കൻ മൺസൂണാണ്. ഓക്കെ, അപ്പോൾ കേരളത്തിലെ ശൈത്യകാലം ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയും, വേനൽക്കാലം മാർച്ച് മുതൽ മെയ് വരെ, ഇടവപ്പാതി ജൂൺ ടു സെപ്റ്റംബർ, തുലാവർഷം ഒക്ടോബർ ടു നവംബർ. മൺസൂണിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് കേരളം. ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് നമ്മുടെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ജൂലൈ മാസമാണ്. കുറവ് മഴ ലഭിക്കുന്നത് ജനുവരി മാസത്തിലാണ്. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല കോഴിക്കോട് ജില്ലയാണ്. കുറവ് മഴ ലഭിക്കുന്ന ജില്ല തിരുവനന്തപുരം ജില്ല. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം നേര്യമംഗലം, എറണാകുളം ജില്ലയിലെ നേര്യമംഗലം. കേരളത്തിലെ ഏറ്റവും ചൂട് കൂടിയ ജില്ലയാണ് പാലക്കാട്. ചൂട് കൂടിയ സ്ഥലം കൊല്ലം ജില്ലയിലെ പുനലൂരാണ്, പുനലൂർ. ഇനി കേരളത്തിലെ മഴനിഴൽ പ്രദേശമാണ് ചിന്നാർ, ഇടുക്കി. മഴനിഴൽ പ്രദേശം ചിന്നാർ, ഇടുക്കി. ഇനി കേരളത്തിൻ്റെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്നത് വയനാട് ജില്ലയിലെ ലക്കിടിയാണ്, വയനാട് ജില്ലയിലെ ലക്കിടി. ഇനി നമ്മൾ കടക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിലേക്കാണ്, നദികളെക്കുറിച്ചാണ്. ഒരുപാട് പോയിൻറ്റ്സ് നദികളിൽ നമുക്ക് പഠിക്കാനുണ്ട്. ഞാനിവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കൂടുതൽ പോയിൻറ്റ്സ് മറ്റ് പല സോഴ്സുകളിൽ നിന്നും പഠിക്കണം ഇതിനൊപ്പം. ഓക്കെ, അപ്പോൾ 2 തരത്തിലുള്ള നദികളാണ് ഹിമാലയൻ നദികളും ഉപദ്വീപീയൻ നദികളും. ഹിമാലയൻ നദികൾ ഉദാഹരണം സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഉപദ്വീപീയൻ നദികൾ നർമ്മദ, താപ്തി, മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. ആദ്യം ഹിമാലയൻ നദികൾ നോക്കാം. ഈ ഹിമാലയൻ നദികൾ എന്ന് പറയുമ്പോൾ വാക്ക് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഹിമാലയത്തിൽ മഞ്ഞുരുകി ഉണ്ടാകുന്ന നദികളാണ് ഹിമാലയൻ നദികൾ. ഹിമാലയൻ നദികൾ പ്രധാനപ്പെട്ടത് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികളാണ്. ഇനി നമ്മുടെ പഴയ ശാസ്ത്രജ്ഞന്മാരുടെയൊക്കെ അഭിപ്രായ പ്രകാരം ഹിമാലയൻ നദികൾ മയോസിൻ കാലഘട്ടത്തിലാണ് ഉത്ഭവിച്ചത് അല്ലെങ്കിൽ ഉണ്ടായത് എന്നാണ് പറയപ്പെടുന്നത്, മയോസിൻ കാലഘട്ടത്തിൽ. അതുപോലെ ഹിമാലയൻ നദികളുടെ പ്രഭവസ്ഥാനം അഥവാ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് ഉത്തരപർവ്വത മേഖലയാണ്, ഉത്തരപർവ്വത മേഖല. അപ്പോൾ ആദ്യത്തെ ഹിമാലയൻ നദി സിന്ധുവിനെ കുറിച്ച് നമുക്ക് നോക്കാം. സിന്ധു നദി ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലൂടെയുമാണ് ഒഴുകുന്നതെന്നാണ് ആദ്യം ആ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത്. ലഡാക്ക്, ജമ്മു ആൻഡ് കാശ്മീർ, ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, ഇത്രയും സംസ്ഥാനങ്ങളിലൂടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലൂടെയൊക്കെ ഇത് ഒഴുകുന്നുണ്ട് സിന്ധു നദി. സിന്ധു നദിയുടെ ഉത്ഭവം ബൊഗാർച്ചു ഗ്ലേസിയർ, മാനസരോവർ, ടിബറ്റ്. അപ്പോൾ ടിബറ്റിനടുത്തുള്ള മാനസരോവറിലെ ബൊഗാർച്ചു ഗ്ലേസിയറിൽ നിന്നാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത്. സിന്ധു നദി പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദിയാണ്. നമുക്കറിയാം പല നദികളും കിഴക്കോട്ടും ചില നദികൾ പടിഞ്ഞാറോട്ടുമാണ് ഒഴുകുന്നത്. അപ്പോൾ അതിലെ സിന്ധു നദി പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദിയാണ്. അപ്പോൾ അത് പതിക്കുന്നത്, എല്ലാ നദികളും പതിക്കുന്നത് കടലിലാണ് അല്ലേ. അപ്പോൾ സിന്ധു നദി പടിഞ്ഞാറോട്ട് ഒഴുകുന്നത് കൊണ്ട് തന്നെ പടിഞ്ഞാറുള്ള നദി ഏതാണ്? അറബിക്കടലാണ്. അപ്പോൾ അറബിക്കടലിലാണ് സിന്ധു നദി പതിക്കുന്നത്. ഇനി സിന്ധു നദിയുടെ പോഷക നദികളാണ് കൊടുത്തിട്ടുള്ളത്. ജലം, ചിനാബ്, രവി, സത്ലജ്, ബിയാസ്, ഷ്യോക്ക്. ആദ്യം പഠിക്കാൻ പോകുന്നത് ജലം. അപ്പോൾ ജലം സിന്ധു നദിയുടെ ഒരു പ്രധാനപ്പെട്ട പോഷക നദിയാണ്. അതിൻ്റെ ഉത്ഭവസ്ഥാനമാണ് കൊടുത്തിട്ടുള്ളത് വെരിനാഗ്. വെരിനാഗ് നീരുറവയിൽ നിന്നുമാണ് ജലം നദി ഉത്ഭവിക്കുന്നത്. അത് പീർപ്പാഞ്ചൽ മലനിരകളുടെ താഴ്വാരത്തുള്ള നീരുറവയാണ് വെരിനാഗ് നീരുറവ. പീർപ്പാഞ്ചൽ മലനിരകളുടെ താഴ്വാരത്തുള്ള നീരുറവയാണ് വെരിനാഗ്. ഇതിൽ നിന്നാണ് ജലം നദി ഉത്ഭവിക്കുന്നത്. ഇനി ജലനദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് കിഷൻ ഗംഗ. ജലം നദിയുടെ പോഷക നദിയാണ് കിഷൻ ഗംഗ. നമ്മൾ ഈ നദികൾ പഠിക്കുമ്പോൾ പോഷക നദികളും പഠിക്കും, കൈവഴികളും, അങ്ങനെ 2 വാക്കുകൾ കേൾക്കും. അതിൻ്റെ അർത്ഥം കുറേ പേർക്കൊക്കെ അറിയാമായിരിക്കും. ഇനി അറിയാത്തവർക്ക് വേണ്ടി പറയാണ്. പോഷക നദികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നദി ഒഴുകുമ്പോൾ അതിലേക്ക് വന്നു ചേരുന്ന ചെറിയ ചെറിയ നദികളാണ് അതിൻ്റെ പോഷക നദികൾ എന്ന് പറയുന്നത്. കൈവഴികൾ എന്ന് പറയുമ്പോൾ ഈ നദി ഒഴുകുമ്പോൾ ചില ഭാഗത്തെത്തുമ്പോൾ കുറേ ബ്രാഞ്ചുകളായിട്ട് ഒഴുകി പോകും വേറെ സ്ഥലങ്ങളിലേക്ക്. അപ്പോൾ അങ്ങനെ പോകുന്നതിനെയാണ് നമ്മൾ കൈവഴികൾ എന്ന് പറയുക. അപ്പോൾ നമ്മൾ ജലം നദിയെക്കുറിച്ചാണ് പഠിച്ചത്. ജലനദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് കിഷൻ ഗംഗ. ഈ കിഷൻ ഗംഗ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ജലം നദിയിലാണ്.
അതുപോലെ കാശ്മീർ താഴ്വരയിലൂടെ ഒഴുകുന്ന നദിയാണ് ഝലം നദി. അടുത്തത് ചിനാബ്. ചിനാബിൻ്റെ ഉത്ഭവസ്ഥാനം ബാരാലാച്ചിലയാണ്. ബാരാലാച്ചില അതായത് സസ്കർ നിരയിലെ ലാഹുൽ സ്പിത്തിലെ ബാരാലാച്ചില ചുരത്തിനടുത്ത് നിന്നാണ് ചിനാബ് നദി ഉത്ഭവിക്കുന്നത്. നിങ്ങൾ ആ ബാരാലാച്ചില ഓർത്ത് വെച്ചാൽ മതി. ഇനി ബഗ്ലിഹാർ ഡാം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ചിനാബ് നദിയിലാണ്. ബഗ്ലിഹാർ ഡാം ജമ്മു കാശ്മീരിലാണ് കേട്ടോ. ഇനി കിരു ജലവൈദ്യുത പദ്ധതി അതും ചിനാബ് നദിയിലാണ്. അതുപോലെ വലിയ പോഷക നദിയാണ്, അതായത് സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദിയാണ് ചിനാബ്. നമ്മളിപ്പോൾ ജലം പഠിച്ചു, ചിനാബ് പഠിച്ചു. ഇപ്പോൾ ചിനാബാണ് സിന്ധു നദിയുടെ ഏറ്റവും വലിയ പോഷക നദി. ഇനി റാറ്റിൽ ജലവൈദ്യുത പദ്ധതി ഈ ചിനാബിലാണ്. അപ്പോൾ റാറ്റിൽ ജലവൈദ്യുത പദ്ധതി, കിരു ജലവൈദ്യുത പദ്ധതി, ബഗ്ലിഹാർ ഡാം ഇതൊക്കെ ചിനാബിലാണ്. അടുത്തത് രവി. രവി ഹിമാചൽ പ്രദേശിലെ റോഹ്താങ് ചുരത്തിന് സമീപം കുളു മലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഓക്കെ, കുളു മലയിൽ നിന്ന്, റോഹ്താങ് ചുരത്തിനടുത്തുള്ള കുളു മലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ലാഹോറിൻ്റെ നദി എന്നറിയപ്പെടുന്ന നദിയാണ് രവി നദി. അതുപോലെ തെയിൻ ഡാം സ്ഥിതി ചെയ്യുന്നത് ഈ രവി നദിയിലാണ്. അതുപോലെ ഷാപ്പൂർ കണ്ടി ഡാം, തെയിൻ ഡാം ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത് രവി നദിയിലാണ്. അതുപോലെ ഉജ്ജ എന്നത് രവി നദിയുടെ ഒരു പോഷക നദിയാണ് ഉജ്ജ. ഈ തെയിൻ ഡാമിന് വേറൊരു പേരും കൂടി ഉണ്ട് കേട്ടോ, രഞ്ജിത് സാഗർ ഡാം എന്നറിയപ്പെടുന്നതും തെയിൻ ഡാമാണ്. അത് രവി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് സത്ലജ് നദിയാണ്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു പോയിന്റ് ഞാൻ എഴുതാനായിട്ട് വിട്ടുപോയി, അതാണ് ആദ്യം പറയാൻ പോകുന്നത്. ബക്രാനങ്കൽ എന്ന് പറയുന്ന അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് സത്ലജ് നദിയിലാണ്. നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതിയാണ് ബക്രാനങ്കൽ, അത് സത്ലജ് നദിയിലാണ്. ഇനി സത്ലജ് നദിയുടെ ഉത്ഭവസ്ഥാനം റാക്കാസ് തടാകം. ഇനി അവിടെ എഴുതിയിട്ടുള്ളതാണ് ലങ്ചൻ ഗംബാബ. എന്താണ് ഈ ലങ്ചൻ ഗംബാബ? ഈ ഉത്ഭവസ്ഥാനത്ത് സത്ലജ് നദിയെ വിളിക്കുന്ന പേരാണ് ലങ്ചൻ ഗംബാബ. നമ്മൾ പറഞ്ഞല്ലോ, മാനസ സരോവറിനടുത്തുള്ള റാക്കാസ് തടാകത്തിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്. ഈ റാക്കാസ് തടാകത്തിനടുത്ത് വെച്ച് ഈ സത്ലജ് നദിയെ വിളിക്കുന്ന പേരാണ് ലങ്ചൻ ഗംബാബ. ഇനി ഇന്ദിരാഗാന്ധി കനാല്, സിർഹിന്ദ് കനാല് ഇതൊക്കെ സത്ലജ് നദിയിലാണ്. ഇനി സത്ലജ് നദിയുടെ പതനസ്ഥാനം ചിനാബ് നദിയിലാണ്. ഈ സത്ലജ് നദി ചെന്ന് പതിക്കുന്നത് ചിനാബ് നദിയിലാണ്. ഓക്കെ, ഇനി അടുത്തതാണ് ബിയാസ് എന്ന് പറയുന്നത് സിന്ധു നദിയുടെ ഒരു പോഷക നദിയാണ്. അതിൻ്റെ ഉത്ഭവസ്ഥാനം റോഹ്താങ് ചുരത്തിലെ ബിയാസ് കുണ്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് അതിൻ്റെ ഉത്ഭവസ്ഥാനം. ഇനി ഏറ്റവും ചെറിയ പോഷക നദിയാണ്, സിന്ധുവിൻ്റെ ഏറ്റവും ചെറിയ പോഷക നദിയാണ് ബിയാസ്. ഇനി അർജികുജ എന്ന് വേദങ്ങളിൽ വിളിക്കുന്നത് ബിയാസ് നദിയാണ്, അർജികുജ. അതുപോലെ കാംഗ്ര, കുളു, മണാലി താഴ്വരകളിലൂടെ ഒഴുകുന്ന നദിയാണ് ബിയാസ്. അടുത്തത് ഗംഗ. അപ്പോൾ നമ്മൾ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര ഇത് മൂന്നുമാണല്ലോ ഹിമാലയൻ നദികൾ. അപ്പോൾ അതിൽ ഗംഗയെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഗംഗയുടെ ഉത്ഭവം ഗംഗോത്രി ഹിമാനിയിൽ നിന്നാണ്. അതായത് ഗായ്മുഖ് ഗുഹയിൽ ഗംഗോത്രി ഹിമാനിയിൽ, ഉത്തരാഖണ്ഡിലെ ഗംഗോത്രി ഹിമാനിയിൽ നിന്നാണ് ഈ ഗംഗാ നദി ഉത്ഭവിക്കുന്നത്. പതനം ബംഗാൾ ഉൾക്കടലിലാണ്. ഓക്കെ, അതായത് ഗംഗാ നദി കിഴക്കോട്ട് ഒഴുകുന്ന നദിയാണ്. അപ്പം അത് വന്ന് പതിക്കുന്നത് കിഴക്കുള്ള ബംഗാൾ ഉൾക്കടലിലാണ്. ഇനി ഈ ഗംഗാ നദിയുടെ പോഷക നദികളാണ് ഈ കൊടുത്തിട്ടുള്ളതെല്ലാം. യമുന, അളകനന്ദ, കോസി, സോൺ, ഗോമതി, ദാമോദർ, രാംഗംഗ, ഗാഗ്ര, ഗന്ദകി, മഹാനന്ദ. ഇനി ഇതിൽ ഗംഗയുടെ വലത് കരയിലും ഇടത് കരയിലുമുള്ള പോഷക നദികൾ എന്ന് രണ്ടായിട്ട് തരംതിരിച്ച് പറയാറുണ്ട്. അത് വലത് കരയിലുള്ള പ്രധാന ഗംഗയുടെ പോഷക നദികളാണ് സോൺ, യമുന, ദാമോദർ. ബാക്കിയുള്ളതും അതിൻ്റെ ഇടത് കരയിലുള്ള പ്രധാന പോഷക നദികളാണ്. അതായത് രാംഗംഗ, ഗോമതി, ഗാഗ്ര, ഗന്ദകി, കോസി, മഹാനന്ദ ഇതൊക്കെ.
ഗംഗാനദി ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്നത് ഏത് സംസ്ഥാനത്തിലൂടെയാണ്? ഉത്തർപ്രദേശിലൂടെയാണ്. അതുപോലെ ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന എന്ന് നമ്മൾ പറഞ്ഞു. ഈ ഗംഗയും യമുനയും തമ്മിൽ കൂടിച്ചേരുന്നത് അലഹബാദിൽ വെച്ചാണ്. പ്രയാഗ്രാജിൽ വെച്ചാണ് ഗംഗയും യമുനയും തമ്മിൽ കൂടിച്ചേരുന്നത്. ആ കൂടിച്ചേരുന്ന ഭാഗത്തിന് നമ്മൾ പ്രയാഗ്രാജ് എന്നാണ് വിളിക്കുക. അലഹബാദിൽ വെച്ചിട്ടാണ് കൂടിച്ചേരുന്നത്, അതിനെ പ്രയാഗ്രാജ് എന്ന് വിളിക്കും. ഇനി നമ്മൾ യമുന നദിയെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. യമുന, ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന. അതിൻ്റെ ഉത്ഭവസ്ഥാനം ബന്ദേർപഞ്ച് മലനിരകളിലെ യമുനോത്രി ഹിമാനിയിൽ നിന്നാണ്. അത് ഉത്തരാഖണ്ഡിലാണ് കേട്ടോ, യമുനോത്രി ഹിമാനി. ഇനി അതിൻ്റെ കുറച്ച് പോഷക നദികളുടെ പേരുകളാണ്. യമുനയുടെ പോഷക നദികളാണ് ചമ്പൽ, ബേത്വ, കെൻ, ടോൺസ്. ഇതിലേറ്റവും യമുനയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് ടോൺസ്. ഇനി ഈ ലണ്ടൻ ബ്രിഡ്ജിൻ്റെ മാതൃകയിൽ, അതായത് ഒരു തൂക്കുപാലത്തിൻ്റെയൊക്കെ രൂപത്തിൽ യമുനാ നദിക്ക് കുറുകെ ഒരു 8 വരി പാലം നിർമ്മിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരാണ് സിഗ്നേച്ചർ പാലം. ഇനി നമുക്കറിയാവുന്ന താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് യമുനാ നദിയുടെ തീരത്താണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഉപദ്വീപീയ നദികളാണ്. ഈ ഉപദ്വീപീയ നദികളിൽ 2 നദികൾ പടിഞ്ഞാറോട്ട് ഒഴുകുന്നവയാണ്. അതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്, നർമ്മദയും താപ്തിയും. അപ്പോൾ ഇപ്പം നമ്മൾ മൊത്തം 3 നദികൾ പടിഞ്ഞാറോട്ട് ഒഴുകുന്നത് പഠിച്ചു. ഹിമാലയൻ നദികളിൽ 1 അതായത് സിന്ധു. പിന്നെ നമ്മൾ ഉപദ്വീപീയ നദികളിൽ 2 നർമ്മദയും താപ്തിയും. ഇത് 3 പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന എല്ലാ നദികളുടെയും പതനസ്ഥാനം എവിടെയായിരിക്കും? അറബിക്കടലിലായിരിക്കും. നർമ്മദ നദിയുടെ ഉത്ഭവസ്ഥാനം നോക്കാം. മധ്യപ്രദേശിലെ അമർകാണ്ടക് കുന്നിലെ മൈഖല നിരകളിൽ നിന്നാണ് നർമ്മദ നദി ഉത്ഭവിക്കുന്നത്. പതനം നമ്മൾ പറഞ്ഞു അറബിക്കടലിലാണ്, കാരണം അത് പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. ഇനി വിന്ധ്യ സത്പുര പർവ്വതനിരകൾക്ക് ഇടയിലൂടെ ഒഴുകുന്ന നദിയാണ് നർമ്മദ നദി. അതുപോലെ പ്രധാന പോഷക നദികൾ ഷേർ, താവ, ഹിരൺ, ബർണ, ബഞ്ചാൻ. ഇതൊക്കെ നർമ്മദ നദിയുടെ പോഷക നദികളാണ്. ഇനി ഇന്ത്യയെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്ന് വേർതിരിക്കുന്നതും നർമ്മദ നദിയാണ്. ഇനി ഇടയ്ക്ക് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്, ഭ്രംശ താഴ്വരകളിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ് നർമ്മദ നദി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡാമുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് നർമ്മദ നദിയാണ്. ഓങ്കാരേശ്വർ ഡാം, ഇന്ദിരാസാഗർ ഡാം, അതുപോലെ സർദാർ സരോവർ പദ്ധതി, ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ നർമ്മദ നദിയിലാണ്. ഇനി ഈ സർദാർ സരോവർ പദ്ധതി ഗുജറാത്തിലാണ്. ഈ സർദാർ സരോവർ പദ്ധതിക്കെതിരെ പ്രക്ഷോഭം സംഘടിപ്പിച്ച ഒരു സംഘടന ഉണ്ടായിരുന്നു. ഈ ഡാം നമ്മുടെ പരിസ്ഥിതിക്ക് ആഘാതം ഏൽപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെതിരെ പ്രക്ഷോഭം സംഘടിപ്പിച്ച സംഘടനയാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ. നമ്മൾ കേട്ടിട്ടുണ്ടാവും. മേധാ പട്കർ ആയിരുന്നു അതിന് നേതൃത്വം നൽകിയത്. നർമ്മദയുടെ പതനസ്ഥാനം നമ്മൾ ഓൾറെഡി പറഞ്ഞു, എവിടെയാണ്? അറബിക്കടലിലാണ്. അറബിക്കടലിലെ ഗൾഫ് ഓഫ് കമ്പത്ത്, കൃത്യമായി പറഞ്ഞാൽ അറബിക്കടലിലെ ഗൾഫ് ഓഫ് കമ്പത്ത്. അടുത്തത് താപ്തി നദിയാണ്. അതിൻ്റെ ഉത്ഭവം മധ്യപ്രദേശിലെ ബൈത്തുൽ ജില്ലയിലെ മുൾത്തായ് പീഠഭൂമിയിൽ നിന്നാണ്. പതനം അറബിക്കടലിലാണ്, ഓഫ് കോഴ്സ്, കാരണം അത് പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. അപ്പോൾ അറബിക്കടലിലാണ് പതിക്കുന്നത്. ഇനി നർമ്മദ, ഗോദാവരി എന്നീ നദികൾക്കിടയിലൂടെ ഒഴുകുന്ന നദിയാണ് താപ്തി നദി. ഇനി താപ്തി നദിയുടെ കുറച്ച് പോഷക നദികൾ നോക്കാം. പൂർണ, സുഗി, ഗിർന, ബേത്തൽ, പത്കി, ബോറി, പഞ്ചഹാര, ഇതൊക്കെ ഇതിൻ്റെ പോഷക നദികളാണ്. ഇനി ഈ താപ്തി നദിയിലെ പ്രധാനപ്പെട്ട ജലവൈദ്യുത പദ്ധതികളാണ് കാക്രപ്പാറ, ഉക്കായ്. ഈ 2 ജലവൈദ്യുത പദ്ധതികളും താപ്തി നദിയിലാണ് ഉള്ളത്. ഇനി നമുക്ക് ഉപദ്വീപീയൻ നദികളിലെ മറ്റു നദികൾ, അതായത് കിഴക്കോട്ട് ഒഴുകുന്ന കുറച്ച് നദികൾ നോക്കാം. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നർമ്മദയും താപ്തിയും കഴിഞ്ഞു. ഇനിയുള്ള നദികളൊക്കെ കിഴക്കോട്ടാണ് ഒഴുകുന്നത്. അപ്പോൾ അതിൻ്റെ പതനസ്ഥാനം എവിടെയായിരിക്കും? പതനം ബംഗാൾ ഉൾക്കടലിലായിരിക്കും. അപ്പോൾ ഇനി ആദ്യത്തേത് മഹാനദിയാണ്. മഹാനദിയുടെ ഉത്ഭവം സിഹാവ മലനിരകളാണ്. റായ്പൂർ ജില്ലയിൽ, അതായത് ഛത്തീസ്ഗഡിലെ റായ്പൂർ ജില്ലയിലെ സിഹാവ മലനിരകളിൽ നിന്നാണ് മഹാനദി ഉത്ഭവിക്കുന്നത്. പതനം ബംഗാൾ ഉൾക്കടലിലാണ്. ഓക്കെ, ഇനി ഹിരാക്കുഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹിരാക്കുഡ് അണക്കെട്ട് മഹാനദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ പാരാദ്വീപ് തുറമുഖം, അതും മഹാനദിയിലാണ് കാണുന്നത്. ഇനി നമുക്ക് ഈ മഹാനദിയുടെ കുറച്ച് പോഷക നദികൾ നോക്കാം. ഷിയോനാഥ്, ഇബ്, ടെൽ, ഈ 3 മഹാനദിയുടെ പോഷക നദികളാണ്.
അതുപോലെ ഈ മഹാനദിയുടെ ഒരു പ്രധാനപ്പെട്ട കൈവഴിയുടെ പേരാണ് ദേവി നദി. ഈ ദേവി നദിയുടെ പ്രത്യേകത ഒലീവ് റീഡിലി ആമകളെ സംരക്ഷിക്കുന്ന മഹാനദിയുടെ പ്രധാനപ്പെട്ട ഒരു കൈവഴിയാണ് ദേവി നദി. അടുത്തത് ഗോദാവരി. ഇന്ത്യൻ ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയത് ഗോദാവരിയാണ്. ആന്ധ്രാപ്രദേശിൻ്റെ ജീവരേഖ എന്നാണ് കേട്ടോ ഗോദാവരി അറിയപ്പെടുന്നത്. ആന്ധ്രാപ്രദേശിൻ്റെ ജീവരേഖ. ഇനി നമുക്ക് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദിയാണ് ഗോദാവരി. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയത് ഗോദാവരിയാണ്. മൊത്തം ഇന്ത്യയിൽ നോക്കുമ്പോൾ ഏറ്റവും നീളം കൂടിയതിൽ 2ാം സ്ഥാനമാണ് ഗോദാവരിക്കുള്ളത്. ഇനി പൂർണ്ണമായിട്ടും ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദികളിൽ ഏറ്റവും നീളം കൂടിയത് ഗോദാവരിയാണ്. ഇനി തെക്കേ ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയത് ചോദിച്ചാലും അത് ഗോദാവരിയാണ്. ഇത്രയും വിശേഷണങ്ങളുണ്ട് ഗോദാവരിക്ക്. ഗോദാവരിയുടെ പോഷക നദികളാണ് മഞ്ചീര, പെൻഗംഗ, വർധ, ഇന്ദ്രാവതി, ശബരി, പൂർണ്ണ, പ്രാണഹിത. ഇനി ഈ ഗോദാവരി തീരത്ത് നടക്കുന്ന ആഘോഷത്തിൻ്റെ പേരാണ് പുഷ്കാരം. ഇത് 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഗോദാവരി തീരത്ത് നടക്കുന്ന ആഘോഷമാണ്. ഇനി പോളാവാരം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയ ആന്ധ്രാപ്രദേശിലെ പശ്ചിമ ഗോദാവരി ജില്ലയിലെ ജലസേചന പദ്ധതിയാണ് പോളാവാരം. അപ്പോൾ ഈ ഗോദാവരി ജില്ലയിലെ ജലസേചന പദ്ധതിയുടെ പേരാണ് പോളാവാരം. അടുത്തത് കൃഷ്ണ നദിയാണ്. കൃഷ്ണ നദിയുടെ ഉത്ഭവം മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നുകളിൽ നിന്നാണ്. ഇനി തെലുങ്ക് ഗംഗ എന്നറിയപ്പെടുന്നത് കൃഷ്ണയാണ്. തെലുങ്ക് ഗംഗ. അതുപോലെ നാഗാർജുന സാഗർ ഡാം, അൽമാട്ടി ഡാം ഇത് രണ്ടും സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണ നദിയിലാണ്. ഇനി ഈ കൃഷ്ണ നദി നമ്മൾ പറഞ്ഞല്ലോ തെലുങ്ക് ഗംഗ എന്നറിയപ്പെടുന്നുണ്ട്. അതുപോലെ ഈ കൃഷ്ണ നദിയിൽ നിന്ന് ചെന്നൈ നഗരത്തിലേക്ക് വെള്ളം എത്തിക്കാനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയുടെ പേര് തെലുങ്ക് ഗംഗ പദ്ധതി എന്നാണ്. ഇനി കൃഷ്ണ നദിയുടെ കുറച്ച് പോഷക നദികളാണ് തുംഗഭദ്ര, മാലപ്രഭ, പാഞ്ചഗംഗ, ഭീമ, മുസി, ഗൗഡപ്രഭ, കൊയ്ന. അടുത്തത് കാവേരി നദിയെക്കുറിച്ചാണ്. കാവേരി നദിയുടെ ഉത്ഭവം കർണാടകത്തിലെ ബ്രഹ്മഗിരി മലനിരകളിലെ തലക്കാവേരിയിൽ നിന്നാണ് കുടകിലെ കേട്ടോ. അപ്പോൾ ഇത് ദക്ഷിണ ഗംഗ എന്നാണ് അറിയപ്പെടുന്നത്. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദിയാണ് കാവേരി നദി. ഇനി ഈ കാവേരി നദിയിലെ പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടങ്ങളാണ് ശിവസമുദ്രം, അതുപോലെ ഹൊഗനക്കൽ വെള്ളച്ചാട്ടം. ഇത് രണ്ടും കാവേരി നദിയിലാണ്. ഇനി കർണാടകയുടെയും തമിഴ്നാടിൻ്റെയും ജീവരേഖ എന്നാണ് കാവേരി നദി അറിയപ്പെടുന്നത്. കർണാടകയുടെയും തമിഴ്നാടിൻ്റെയും ജീവരേഖ എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് അണക്കെട്ട് നിർമ്മിച്ച നദി കാവേരി നദിയാണ് കേട്ടോ. ഈ കാവേരി നദിയിലെ ആദ്യത്തെ അണക്കെട്ട് കല്ലണൈ അണക്കെട്ട്. അതിൻ്റെ ഇപ്പോഴത്തെ പേര് ഗ്രാൻഡ് അണക്കെട്ട് എന്നാണ്. ഗ്രാൻഡ് അണക്കെട്ട്. ഇത് AD 2-ാം നൂറ്റാണ്ടിൽ കരികാല ചോളനാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചത്. കാവേരി നദിയിലെ ആദ്യത്തെ അണക്കെട്ടായ കല്ലണൈ അണക്കെട്ട് നിർമ്മിച്ചത് കരികാല ചോളനാണ്, 2-ാം നൂറ്റാണ്ടിലാണ്. ഇനി കാവേരി നദിയുടെ കുറച്ച് പോഷക നദികളാണ് കബനി, ഭവാനി, അമരാവതി, പാമ്പാർ, ലക്ഷ്മണ തീർത്ഥം, അർക്കാവതി, നോയൽ, ഹരംഗി. ഇതൊക്കെയാണ് കാവേരി നദിയുടെ പോഷക നദികൾ. ഇനി ഒരു ടോപ്പിക്കും കൂടി ഇന്ന് നമുക്ക് പഠിക്കാനുണ്ട്. അത് കേരളത്തിലെ നദികളാണ്. അപ്പോൾ കേരളത്തിലെ നദികൾ ഈ ഒരു വീഡിയോയുടെ കൂടെ ഞാൻ ഉൾപ്പെടുത്തുന്നില്ല. അത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വയ്ക്കാം. കേരളത്തിലെ നദികളും കായലുകളും എന്ന് പറയുന്നൊരു വീഡിയോ ആണത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് കമൻറ്റിൽ കൊടുക്കാം, പിൻ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നിങ്ങളതും കൂടെ ഇതിൻ്റെ ഒപ്പം പഠിക്കണം, മറക്കരുത്. ഓക്കെ. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു വീഡിയോയുടെ ലെങ്ത്ത് കുറച്ച് കൂടുതലാണ്, ഒരു അരമണിക്കൂറോളം ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ക്ഷമയോട് കൂടി അത് സമയമെടുത്ത് പല സമയങ്ങളിലായിട്ടായാലും പഠിച്ച് തീർക്കണം. അപ്പോൾ ഇതൊരുമിച്ച് ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താതെ തരമില്ല, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പം നന്നായിട്ട് പഠിക്കാം. അതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇനിയും പറയാനുള്ളത്, ജോഗ്രഫി നമുക്ക് 6 ദിവസം കൊണ്ട് പഠിച്ച് 7ാമത്തെ ദിവസം റിവിഷൻ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഒരു ദിവസം കൂടി നമുക്ക് കൂടുതൽ എടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് പഠിക്കാമെന്നുള്ളതാണല്ലോ ഉദ്ദേശം. അതുകൊണ്ട് നമുക്ക് സമയമെടുത്തിട്ടായാലും ഇത് പഠിച്ചു തീർക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ SCRTയും ഇംഗ്ലീഷും ഒക്കെ നിങ്ങൾ പഠിച്ചു പോകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.